പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യയിലെ ജനങ്ങളുടെ അന്നത്തെ മാത്രമല്ല ആവശ്യ മരുന്നുകളുടെ ലഭ്യതയും ഗുരുതരമായി ബാധിച്ചേക്കും. LPG, പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് രാജ്യത്തെ ഔഷധ മെഡിക്കൽ ഉപകരണ നിർമ്മാണ മേഖലയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത്. പാചകവാതക വിതരണം നിയന്ത്രിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് ഹോട്ടലുകളെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്, മറിച്ച് ഇത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ കൂടി ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയേക്കുമെന്നാണ് ഈ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ നൽകുന്ന സൂചന. പാരസെറ്റമോൾ മുതൽ ആവശ്യ മരുന്നുകളുടെ ഉൽപ്പാദനത്തെ വരെയും ഗ്ലൗസുകളും സിറിഞ്ചുകളും പോലുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉൽപ്പാദനത്തെയും ഇത് ബാധിച്ചേക്കാം. മരുന്ന് നിർമ്മാണത്തിന് ഫർണസുകൾ പ്രവർത്തിപ്പിക്കാൻ LPG അത്യന്താപേക്ഷിതമാണെന്ന് വ്യവസായ സംഘടനകളുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നു. വൻകിട കമ്പനികൾക്ക് വൈദ്യുതി ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുമെങ്കിലും ഗ്യാസിനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ചെറുകിട ഇടത്തരം മരുന്ന് നിർമ്മാണ യൂണിറ്റുകൾ കടുത്ത ഭീഷണിയിലാണ്. പാക്കിംഗ് മെറ്റീരിയൽ കംപ്ലീറ്റ് വില ഇരട്ടിയോളം വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ വില കൂടുന്നത് കൊണ്ട് ബോട്ടിൽസ്, നമ്മുടെ അലുമിനിയം ഫോയിലിൻ്റെ വില, ബ്ലിസ്റ്റർ, കംപ്ലീറ്റ് സാധനവും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസം. ഇന്നലത്തെ റേറ്റ് അല്ല ഇന്നത്തെ റേറ്റ്. പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട്. മരുന്നുകളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ നിർമ്മിക്കാൻ ആവശ്യമായ പ്രൊപ്പലിൻ വിതരണം കുറച്ചതാണ് പലർക്കും വലിയ തിരിച്ചടിയായത്. ബെൻസീൻ, പ്രൊപ്പലിൻ തുടങ്ങിയവയുടെ ക്ഷാമം ഗ്ലൗസുകൾ, PP കിറ്റുകൾ, സിറിഞ്ചുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തെയും നേരിട്ട് ബാധിക്കുന്നതാണ്. എല്ലാ മേഖലയിലും കൂടി കംപ്ലീറ്റ് റാ മെറ്റീരിയൽ ഇരട്ടിയായിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം ഓരോ റേറ്റാണ്. നിലവിലെ നിയന്ത്രണം തുറന്നാൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിപണിയിൽ മരുന്നുകൾക്ക് വലിയ ക്ഷാമമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കോവിഡ് കാലത്തതിന് സമാനമായ തരത്തിൽ പാക്കേജുകൾ അനുവദിക്കണമെന്നാണ് കേരള ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. കോവിഡിൻ്റെ ആ സമയത്തുള്ള ഒരു സ്റ്റേജിലേക്ക് കമ്പനികൾ പോവുകയാണ്. സ്പെഷ്യൽ പാക്കേജ് വരണം. കാരണം എന്ന് വെച്ചാൽ ഇത് റൺ ചെയ്ത് കൊണ്ടുപോകണ്ടേ. ഓരോരുത്തരും 50, 100, 200 തൊഴിലാളികളുണ്ട്. അവരെ നമുക്ക് പട്ടിണിക്കിടാൻ പറ്റത്തില്ലല്ലോ. അവർ വർഷങ്ങളായി 30 കൊല്ലം 40 കൊല്ലമായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരല്ലേ. റൺ ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ ഈ ഗവൺമെൻറ് സെക്ടറിലൊക്കെ നമുക്കിപ്പോൾ MSME സെക്ടറാണ്. നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ 120 ഡേയ്സിനുള്ളിൽ സപ്ലൈ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. നിലവിൽ ഈ വിഷയം ഉൽപ്പാദകരെയും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ മാത്രമാണ് ബാധിച്ചിട്ടുള്ളത് എങ്കിൽ 60 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് സാധാരണക്കാർക്ക് ഇരുട്ടടിയായി മാറിയേക്കാം. അടിയന്തര ഇടപെടലാണ് ഇവിടെ അനിവാര്യമായിട്ടുള്ളത്. ക്യാമറാമാൻ പ്രശാന്തിനൊപ്പം പ്രമീള ഗോവിന്ദ്, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.